നമസ്കാരം. ഇപ്പം ഞാൻ നിങ്ങളുടെ സിജു കലവറക്കാരൻ. നിങ്ങൾ ഇത്രയും കാലവും എനിക്ക് നൽകിയ സഹകരണത്തിനും സപ്പോർട്ടിനും ഒരായിരം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിന്നൊരു ഒരു ഡിഷ് ചെയ്യുകയാണ്. മട്ടൻ സ്റ്റൂ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ മട്ടൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയില്ല. അതിന് നമ്മുടെ ആവശ്യത്തിന് എന്ന് വെച്ചാൽ കൂടുതലൊന്നുമല്ല, കുറവ്. ഈ മട്ടൺ സ്റ്റൂവിന് എത്രയാണോ വെളിച്ചെണ്ണ വേണ്ടത് അത്. അപ്പോൾ അതിന് വേണ്ടത് നമ്മളെ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ചെറിയൊരു എരിവ് വേണമല്ലോ അതിനുവേണ്ടി നമ്മളൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, നല്ല നാടൻ പച്ച കറിവേപ്പില കേട്ടോ. അതുപോലെ തന്നെ ഒരു 5 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു 4 ഉരുളക്കിഴങ്ങ്. ഇവിടെ നമ്മൾ ആ കറിക്കൊരു കളർഫുള്ള ആണ്ടേ, അതിനുവേണ്ടി ഒരു ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട മസാലക്കൂട്ടുകൾ: മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ് പാകത്തിന്. അതേപോലെ തന്നെ നമ്മൾ 2-3 ഏലക്ക ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഏലക്കയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ മട്ടൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന അതിൻ്റെ ബോൺ മാരോ എല്ലാം ഇതിനകത്തുണ്ട്. ആ വെള്ളത്തോടു കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ പച്ചക്കറി നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മുടെ 2ാം പാലില്ല. ആ 2ാം പാലാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു തേങ്ങ എടുത്തിട്ട് അതിൽ നിന്ന് തേങ്ങയൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അതിൻ്റെ 2ാം പാല്. ആ 2ാം പാലിൻ്റെ അകത്ത് ഇതെല്ലാം വേവിച്ചെടുത്ത് കഴിയാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് തലപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തലപ്പാൽ അതിനകത്ത് ഒഴിക്കും. ആ കറിക്കൊരു ചെറിയൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മളൊരു 8 കശുവണ്ടിപ്പരിപ്പ് അരച്ചതുണ്ട്. അതിന് കറിക്കൊരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടണ്ടേ, വേണമല്ലോ. അങ്ങനെയല്ലേ പഴയകാലത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടി ഒരു നാടൻ വിനാഗിരി, അതൊരു 2 സ്പൂണ് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ചൂടായി വെച്ച വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളുടെ 2ാം പാലിൻ്റെ അകത്താണ് ഇത് വേവിച്ചെടുക്കുന്നത്.
നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരല്പം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക, ആ ഫ്ലേവർ കിട്ടണ്ടേ. നമ്മൾ 2 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വയ്ക്കരുത്. നമ്മുടെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൺ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് വരുമ്പോൾ അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്, മട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒരല്പം സ്പൈസി വേണ്ടേ, അപ്പോൾ അതിന് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അല്പം കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല അപ്പം നമ്മുടെ മട്ടൺ സ്റ്റൂ കാഷ്യൂനട്ടൊക്കെ ഒഴിച്ചു കൊടുത്ത് അതൊരു നല്ലൊരു തിക്ക് പരുവത്തിലായി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തലപ്പാലും കൂടെ ഒഴിച്ച് നമുക്കത് വാങ്ങാം. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാകാവുള്ളൂ. ആ പാലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേ അപ്പോൾ നമ്മുടെ തലപ്പാൽ ഒഴിച്ചു ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മളതിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ, ഒരു 3-4 ഏലക്ക നമ്മൾ ചതച്ച് വെച്ചില്ലേ, അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ തലപ്പാലെല്ലാം ഒഴിച്ചു കൊടുത്തു, ഏലക്കായ വിട്ടു. ലാസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ നമുക്കൊരു പുളിപ്പിന് വേണ്ടി ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മട്ടൺ സ്റ്റ്യൂ ഇവിടെ റെഡിയാണ്.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ മട്ടൻ്റെ സ്റ്റൂ നമുക്ക് ഇവർക്ക് കൊടുത്തിട്ട് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. കൈയെടുത്ത് ചൂടാ പിന്നെ ബാക്കി ആര് പിന്നെ തേങ്ങാപ്പാല് റോഹൻ റോഷനും ഹൃദയമുളും ഒക്കെ ഇതിന്റെ ടേസ്റ്റ് പറയണം കേട്ടോ കഴിച്ചിട്ട്. അടിപൊളി സൂപ്പർ. കഴിച്ചില്ലല്ലോ അല്ലേ? കഴിച്ചേ എന്നിട്ട് പറയണം എന്നോട്. കഴിക്കാത്തായോണ്ട് ഇങ്ങനെയൊക്കെ മതിയെന്നൊക്കെ പറയും. അതാ ഉള്ളില്ല. റോഹനെ എങ്ങനെയുണ്ട്? കറിയൊക്കെ സൂപ്പറാണോ? ആണോ? റോഹൻ റോഷൻ കറിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഹൃദയമോളെ? ചുമ്മാ പറയരുതേ. ആണോ ആണോ ഹൃദയമോൾ തന്നെ കേട്ടില്ല നീ? നല്ലതാണോ? നമ്മള് ഇത്രയും ക്യാരറ്റിന്റെ ആവശ്യമുള്ളൂ. ഒരെണ്ണം ഒരുപാട് അതെ ഒരെണ്ണേ കിടക്കാവുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മട്ടൺ സ്റ്റൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയിലെ പുതിയൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.